നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴക്കിട്ടിട്ട് ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പേരൻസിന് വളരെയധികം ടെൻഷൻ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിൽ ഇത് ഒഴിവാക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവും, നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ചില സമയത്ത് ഇതൊന്നും വർക്കായിന്ന് വരില്ല. ആ ഒരു സമയത്ത് നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ടൈം ഔട്ട്. സോ ഹായ് ദർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. നമുക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും അല്ലേ ഇത്. നമ്മുടെ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഈ പറയുന്ന ടൈം ഔട്ടിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് അല്ലെങ്കിൽ തള്ളുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു ടൈം ഔട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ചെറിയൊരു കാര്യമൊന്നും അല്ല, കുട്ടികളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ടൈം ഔട്ട് എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അവരോട് പറയാം, ഇത് ആവർത്തിക്കരുത്. അങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടൈം ഔട്ട് നൽകും എന്നുള്ള കാര്യം, ആ ടൈം ഔട്ടിനെ കുറിച്ചിട്ടൊക്കെ അവരോട് ക്ലിയർ ആയിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് അവരുടെ ഏജിനനുസരിച്ച് നമുക്ക് ടൈം ഔട്ട് കൊടുക്കാവുന്നതാണ്. ടൈം ഔട്ട് കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് അവരോട് പറയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കില്ല, അടിച്ചു കഴിഞ്ഞാൽ വേദനിക്കും. പകരം നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളത്. ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കാനേ പാടില്ല. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ അവരുടെ അടുത്ത് നോർമലി ബിഹേവ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈം ഔട്ട് വീണ്ടും വീണ്ടും കൊടുക്കാനായിട്ടൊന്നും പാടില്ല. വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ടൈം ഔട്ട് എന്താണെന്ന് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോനോടൊപ്പം ലിങ്ക് ചെയ്തിട്ടുണ്ട്.